ഏതായാലും പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല, അടിയും തിരിച്ചടിയുമായി മുൻപോട്ട് പോവുകയാണ്. മുൻപ് ഹമാസ് ഇസ്രായേൽ സംഘർഷമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷമായി മാറിയിരിക്കുന്നു. അല്പനിമിഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ മുമ്പ്, ഹിസ്ബുള്ള 55ഓളം റോക്കറ്റുകൾ ഇസ്രായേലിന് നേർക്ക് പായിച്ച ഒരു വാർത്തയായിരുന്നു അന്തർദേശീയ മാധ്യമങ്ങൾ പ്രധാന തലക്കെട്ടാക്കിയെങ്കിൽ, ഇപ്പോൾ പുതിയതായി വരുന്ന ഒരു വാർത്ത, ഇസ്രായേലിൻ്റെ ഒരു വലിയ തിരിച്ചടി, ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡറെ, ഒരു സേനാ വിഭാഗത്തിൻ്റെ കമാൻഡറെ വധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അത് IDF ആണ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇസ്രായേൽ സേന അവരുടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ സത്യമാണെങ്കിൽ അവർ തന്നെ ഒഫീഷ്യലായി അത് അറിയിക്കാറുണ്ട്. അവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹുസൈൻ ഇബ്രാഹിം കസാബ് എന്ന് പറയുന്ന ഒരു കമാൻഡറെയാണ് അവർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഡ്രോൺ മുഖേനയാണ് ഈ കമാൻഡറെ കൊന്നത്. കമാൻഡർ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ഡ്രോൺ ആക്രമണം നടത്തിയതെന്നാണ് സൈന്യം പറയുന്നത്. ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ സേന എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ തലവനാണ് ഈ കൊല്ലപ്പെട്ട ഹുസൈൻ ഇബ്രാഹിം കസാബ് എന്നാണ് പുറത്ത് വരുന്ന വിവരം. ഇതിന് തൊട്ടുമുമ്പ് ഈ ഹിസ്ബുള്ള ഒരു വലിയ രീതിയിലുള്ള റോക്കറ്റ് ആക്രമണം ഇസ്രായേലിന് നേർക്ക് നടത്തിയിരുന്നു. 55ഓളം റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേർക്ക് അയച്ചത്. അതിൽ പലതും ഈ വയലുകളിലും മറ്റും കത്തി പടരുകയും ചെയ്തിരുന്നു. അതിൽ 2 ഇസ്രായേലി സൈനികർക്ക് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിരുന്നു എന്ന വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ ഈ വമ്പൻ തിരിച്ചടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.